അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു വണ്ടിമേലാട്ടോ. ഈ വണ്ടി ഏകദേശം ഫിറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇത് ബ്ലാക്ക് ആയിരുന്നു. നമ്മൾ രണ്ടാമത് ക്രോം തന്നെ ഫിറ്റ് ചെയ്താട്ടോ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോർഷൻ നമ്മൾ ക്രോം ബ്ലാക്ക് നമ്മൾ വീണ്ടും നമ്മൾ ക്രോമിലേക്ക് മാറ്റി. നമ്മൾ ബ്ലാക്ക് ആയിരുന്നു ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു നമ്മൾ ക്രോമിലൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ നമ്മളതൊക്കെ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ക്രോമിലേക്ക് നമ്മളത് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ആ ഒരു സ്വിഫ്റ്റ് നമുക്ക് ഹോണ് റീപ്ലേസ് ചെയ്യാൻ വന്നാട്ടോ. ഇതിന് നിലവിൽ ഹോൺ ഉണ്ട്, അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു സ്പൈഡറിൻ്റെ ഹോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഹോണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഹോണ് വോക്സ് വാഗൺ സൗണ്ട് അല്ലെങ്കിൽ ക്രെറ്റ സൗണ്ട്. അപ്പോൾ അത് ഒരുപാട് ടൈപ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. 2 വർഷം വരെ റീപ്ലേസ്മെൻറ്റ് വരെയുള്ള ഹോൺസ് നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മളെ സിൽവർ ഇന്നോവ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. കാരണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മാറണം. അപ്പോൾ ഒക്കെ കണ്ട ഉള്ളിലുണ്ട്. അപ്പോൾ ഈ പോർഷനിൽ നമുക്ക് ടൈൽ ലാമ്പ് നമുക്ക് മെട്രിക്സ് ടൈപ്പ് അടുത്ത് പഴയതാട്ടോ. ഇതിൻ്റെ പഴയ ലൈറ്റ്സ് ആണ്, രണ്ടും ലെഫ്റ്റ് ആണ് റൈറ്റ്. അപ്പോൾ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന DR കണ്ടു, ഇവിടെ വരുന്ന പാർക്ക് ബ്രേക്കിൻ്റെ DR ലെഫ്റ്റ് റൈറ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇന്നത്തെ വർക്ക് ഇതാണ് ഈ വണ്ടിമേലുള്ള വർക്ക്. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ആട്ടോ. ഫ്രണ്ട് പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. കാരണം ഹെഡ് ലാമ്പ് മാറ്റാണ്ട് ഇതിൽ അവിടെ ഊരി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ബമ്പർ ഊരി വെച്ചത്. ഈ ഹോണ് ജസ്റ്റ് ബ്ലാക്ക് കാരണം റെഡ് കളർ ആകുമ്പോൾ. അതേപോലെ തന്നെ ഈ ഹെഡ് ലാമ്പ് നമ്മൾ മാറ്റുന്നുണ്ട്. ലെഫ്റ്റ് ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടിനും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ LED ടൈപ്പ് ആക്കുന്നുണ്ട്. രണ്ടും ലെഫ്റ്റും റൈറ്റും. അതേപോലെ തന്നെ ഗ്രില്ലുണ്ട് ഊരി വെച്ചത്. പയ്യന്മാരുടെ ഒരു കിറ്റ് പാക്ക് ആക്കിക്കൊണ്ട് കേട്ടോ. നമ്മൾ സ്വിഫ്റ്റ് Type 3ൻ്റെ ബോർഡ് കിറ്റ് ആട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ABS തായ്വാൻ ഒറിജിനൽ സാധനം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മൾ റനീസാണ്. അതേപോലെ തന്നെ ഫിദു തണ്ടർ. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വണ്ടി നമുക്ക് പുതിയത് വന്നാട്ടോ. ഇതിൽ DVR ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ വിത്ത് റെക്കോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വണ്ടിയാട്ടോ വാഗനർ. അപ്പോൾ ആൻഡ്രോയിഡ് ഫസ്റ്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കണ്ടോ. ഒറിജിനൽ സെറ്റ് ഉണ്ട്, പക്ഷേ ഈ സെറ്റ് നമുക്ക് ഊരിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്ത്. നമ്മളൊരു പഴയ ടൈപ്പ് സെറ്റാണ്. അപ്പോൾ അത് ഊരിയിട്ട് നമ്മളൊരു ആൻഡ്രോയിഡ് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ വിത്ത് DVR ഞാൻ പറഞ്ഞു ഫ്രണ്ടും ബാക്കും ക്യാമും നമുക്ക് എന്ത് ചെയ്യണം, റെക്കോർഡ് വേണം. അതാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബിലാൽ ഇത് ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പാനലും കാര്യങ്ങളും. കാരണം നമുക്ക് ആ പഴയ പാനൽ ഇതിന് പറ്റൂല. അപ്പോൾ നമുക്ക് ആ ഒരു ആൻഡ്രോയിഡിൻ്റെ പാനലാണ് അതിന് ഇൻജോയ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഈ കപ്പളും കാര്യങ്ങളൊക്കെ പഴയതാണ്, അതൊക്കെ മാറ്റണം. ഈ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സ്പൈഡറിൻ്റെ ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. അത് DVR 360 സപ്പോർട്ടഡുമാണ്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് കൂടുതൽ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. 1 ഇയർ വാറൻറ്റിയാണ് നമ്മൾ ഈ സിസ്റ്റത്തിന് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ DVR ക്യാമറ നമ്മൾ ആ വൈപ്പ് ബ്ലേഡും കൂടെ ഒന്ന് മാറിയിട്ടുണ്ട്. രണ്ടിനും ചെറിയ നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബ്ലേഡും മാറിയിട്ടുണ്ട്. ചെക്ക് ചെയ്യാണ് നമ്മൾ. കാരണം പൈപ്പിംഗ് കറക്റ്റ് ആണോ എന്നുള്ളത് ബാലൻസ് നോക്കാൻ കേട്ടോ. ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന ഒരു DVR ക്യാം. ഇത് ഫ്രണ്ടിൽ വരുന്ന ക്യാമാണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിലാണ് വരിക. നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് വരിക, പുറത്തല്ല. ഈ ഒരു വണ്ടി നമ്മൾ 2 വർഷം മുമ്പ് ചെയ്തെടുത്ത വണ്ടിയാട്ടോ. കംപ്ലീറ്റിൻ്റെ വർക്ക് നമുക്കായിരുന്നു. ഹെഡ് ലാമ്പ് മാറ്റില്ല, അതേപോലെ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. വണ്ടി കോട്ടക്കൽ ഭാഗത്തുള്ളതാണ്. അപ്പോൾ അവർ മാറ്റിന് വന്നായിരുന്നു, GFX മാറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ ഏകദേശം രാത്രിയായി തുടങ്ങി. കാരണം നമുക്ക് ഓരോ ദിവസവും മണിക്കൂറുകൾ പെട്ടെന്ന് ഓടിപ്പോവാണ്. വാഹനത്തിൻ്റെ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് സ്റ്റേജാണ് ഏകദേശം ഒരു വർക്ക് കഴിയാറായപ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞു ഹോണും കൂടി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. കാരണം നമ്മളടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഗനറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ DVR വിത്ത് റെക്കോർഡ് ഫിറ്റ് ചെയ്തു. അതേപോലെ ഹോൺ അപ്ഡേറ്റ് ചെയ്തു. ഫോഗ് ലാമ്പിൻ്റെ ബൾബ് അപ്ഡേറ്റ്, ട്രൈക്കളർ ബൾബ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ രാത്രി 10 മണി ആയി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണുന്നത് വരെ ബൈ ഓൾ.